രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാര യാത്ര അവസാനിച്ചിരിക്കുന്നു. ഈ യാത്രയെ എങ്ങനെ വിലയിരുത്താം? തീർച്ചയായും ബീഹാറിനെ ഇളക്കി മറിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാര യാത്ര അവസാനിച്ചത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 10 വർഷത്തോളമായി NDA സഖ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാനമാണ്. നിതീഷ് കുമാറിന്റെ ജനതാദൾ യുണൈറ്റഡും BJPയും സഖ്യമായി ചേർന്ന് മത്സരിക്കുന്ന സംസ്ഥാനത്തിനകത്ത് ഒരു മാറ്റത്തിന്റെ ശംഖുലിനാദം മുഴക്കിക്കൊണ്ടാണ് ഈ യാത്ര, രാഹുൽ ഗാന്ധിയുടെ യാത്ര കടന്നുപോയ വഴികളിലെല്ലാം വലിയ തരത്തിലുള്ള ആൾക്കൂട്ടം അദ്ദേഹത്തെ സ്വീകരിക്കാൻ, അദ്ദേഹത്തിന്റെ സംസാരം കേൾക്കാൻ എത്തി എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ഈ യാത്രയോടൊപ്പം തന്നെ ബീഹാറിലെ തെരഞ്ഞെടുപ്പിന്റെ ഒരു മുന്നൊരുക്കം കൂടിയായാണ് കോൺഗ്രസും ഇന്ത്യ സഖ്യവും ഈ യാത്രയെ കണ്ടത്. ബീഹാറിന്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ലാലു പ്രസാദ് യാദവിന്റെ മകൻ തേജസ്വി യാദവ്, RJD നേതാവ് തേജസ്വി യാദവ്, രാഹുൽ ഗാന്ധിയുടെ സഹോദരി പ്രിയങ്ക ഗാന്ധി, ACC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ, കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, AICCയുടെ വിവിധ നേതാക്കന്മാർ, പോഷക സംഘടനാ നേതാക്കന്മാർ തുടങ്ങി ഇന്ത്യ മുന്നണിയുടെ നേതാക്കന്മാർ, ആനി രാജ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെല്ലാം ഈ യാത്രയിൽ പങ്കാളികളായി എന്നത് മാത്രമല്ല, ബീഹാർ രാഷ്ട്രീയത്തിനകത്ത് ഒരു പൊതുചരിത്രം രചിക്കുന്നതിന് വേണ്ടി കൂടി രാഹുൽ ഗാന്ധിയുടെ ഈ യാത്രയ്ക്ക് കഴിഞ്ഞു എന്ന് നമുക്ക് അടിവരയിട്ട് പറയാൻ സാധിക്കും. കാരണം കഴിഞ്ഞ പൊതു ബജറ്റിൽ ബീഹാറിന് വേണ്ടി വാരിക്കോരി നൽകിയത്, കേന്ദ്ര സർക്കാർ വാരിക്കോരി നൽകിയത് നമ്മൾ കണ്ടതാണ്. ബീഹാറിന് പുതിയ IIT, ബീഹാറിന് പുതിയ കോച്ച് ഫാക്ടറി, ബീഹാറിലെ ഏറ്റവും കൂടുതൽ അവശത അനുഭവിക്കുന്ന ഒരു കാർഷിക മേഖല മഖാന കർഷകരാണ്. ആ മഖാന കർഷകരെ കൈപിടിച്ചുയർത്തുന്നതിന് വേണ്ട പദ്ധതികളൊക്കെ കഴിഞ്ഞ ലോക്സഭാ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു. ബീഹാറിലേക്ക് പുതിയ തീവണ്ടി ഉൾപ്പെടെ നിരവധിയായ വാഗ്ദാനങ്ങൾ ബീഹാറിന് നൽകിയത് ബീഹാറിൽ അടുത്ത അവസാനത്തോടുകൂടി, അതായത് ഒന്നുകിൽ അടുത്ത മാസം അവസാനം അല്ലെങ്കിൽ നവംബർ പകുതിയോടുകൂടി നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചായിരുന്നു എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ബീഹാർ തനിച്ചു ഭരിക്കാനായിരുന്നു BJP, എത്ര കാലം ബീഹാർ തനിച്ചു ഭരിക്കാൻ ആഗ്രഹമായാണ് BJP മുന്നോട്ട് പോകുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ BJPയുടെ ആ അഹന്തയ്ക്ക് അല്ലെങ്കിൽ BJPയുടെ ആ മോഹത്തിന് തടയിടുന്നതാണ് രാഹുൽ ഗാന്ധിയുടെ യാത്ര. രാഹുൽ ഗാന്ധിയുടെ യാത്ര ആരംഭിച്ച് അവസാനിച്ചതും വരെ വിവിധ തുറകളിലുള്ള ആളുകളുമായി സംവദിക്കാൻ, അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ, അവരുടെ പ്രയാസങ്ങൾ കേൾക്കാൻ, അവരുടെ സന്തോഷങ്ങൾക്കൊപ്പം അവരുടെ സങ്കടങ്ങൾക്കൊപ്പം അദ്ദേഹം ഉണ്ട് എന്ന ഉറപ്പ് നൽകിക്കൊണ്ടാണ് യാത്ര മുന്നോട്ട് പോയത്. രാഹുലിന്റെ യാത്ര നേരത്തെ നിരവധിയായ രാഷ്ട്രീയ യാത്രകൾക്ക് രാജ്യം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയുടെ 2 ജോഡോ യാത്രകൾ, രാജ്യത്തെ ഇളക്കിമറിച്ച യാത്രകളുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ BJP നേതാവ് LK അദ്വാനി നടത്തിയ രഥയാത്രയുടെ, ഇങ്ങനെ നിരവധിയായ യാത്രകൾ രാജ്യത്ത് സാക്ഷ്യം വഹിച്ചു. പക്ഷേ ഇത് അതുപോലെയല്ല. രാഹുൽ ഗാന്ധിയുടെ ഈ വോട്ടർ അധികാര യാത്ര കേന്ദ്ര സർക്കാരിന്റെ വോട്ട് മോഷണവുമായി ബന്ധപ്പെട്ട് ആ വോട്ട് മോഷണം തുറന്നു കാണിക്കുന്ന തരത്തിലാണ് രാഹുൽ ഗാന്ധി യാത്രയുമായി മുന്നോട്ട് പോയത് എന്നതാണ് ഏറ്റവും കൗതുകകരമായ കാര്യം. അല്ലെങ്കിൽ സംഘപരിവാറിനെ ഓരോ പോയിന്റിലും, യാത്രയ്ക്ക് ഓരോ സ്വീകരണ കേന്ദ്രങ്ങളും സംഘപരിവാറിനെ കൃത്യമായി, സംഘപരിവാറിന്റെ ലക്ഷ്യം എന്താണ്, സംഘപരിവാർ ഏത് രൂപത്തിലാണ് ഇന്ത്യ രാജ്യത്ത് അധികാരത്തിലേക്ക് എത്തിയത് തുടങ്ങിയ കാര്യങ്ങൾ വ്യക്തമായും കൃത്യമായും ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിനൊപ്പം ഒരു വലിയ വിഭാഗം കോൺഗ്രസിന്റെ നേതാക്കന്മാർ, ഇന്ത്യ മുന്നണിയുടെ നേതാക്കന്മാർ ഈ യാത്രയിൽ പങ്കാളികളായി. വ്യാജ വോട്ട് തുടങ്ങിയ വിഷയങ്ങൾ, അതേപോലെ തന്നെ വോട്ടർ പട്ടികയിലെ ക്രമക്കേട്, ഈ കാര്യങ്ങളെല്ലാം തുറന്നു കാണിക്കുകയും അതോടൊപ്പം തന്നെ വരാനിരിക്കുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടർ പട്ടികയിലെ ക്രമക്കേടും വ്യാജ വോട്ടും ഒരു തരത്തിലും അനുവദിക്കില്ല എന്ന കൃത്യമായ സന്ദേശവുമാണ് BJPക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിനും നൽകിയത്. അധികാരം പിടിക്കാൻ അല്ലെങ്കിൽ അധികാരം നേടാൻ എന്ത് കുറുക്കു വഴിയും സ്വീകരിക്കുന്ന സംഘപരിവാറിനെയും BJPയുടെയും തുറന്നെതിർക്കാൻ കഴിയുന്ന ഇന്ത്യയിൽ ഇന്നൊരു നേതാവുണ്ടെങ്കിൽ, നട്ടലുള്ള ഒരു നേതാവുണ്ടെങ്കിൽ അത് ഒന്നാമത്തെ പേര് രാഹുൽ ഗാന്ധി എന്ന് മാത്രമാണെന്ന് രാജ്യത്തെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. 2014 മുതൽ ഈ 2025 സെപ്റ്റംബർ മാസം നമ്മൾ ഈ സംസാരിക്കുന്ന സമയം വരെ രാജ്യത്തെ തീവ്രവാദത്തിന്റെയും മതവർഗീയതയുടെയും വിഷം തുപ്പുന്ന സംഘപരിവാറിനെയും നരേന്ദ്രമോദിയെയും എതിർക്കാൻ ചങ്കൂറ്റവും ത്രാണിയുമുള്ള ഒരു പ്രസ്ഥാനം രാജ്യത്ത് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് കോൺഗ്രസ് മാത്രമാണെന്ന് രാഹുൽ ഗാന്ധി വീണ്ടും അടിവരയിട്ട് സൂചിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ യാത്ര സമാപിക്കുമ്പോൾ അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു ബോംബ് കൂടി വരുന്നുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ, നരേന്ദ്രമോദിയുടെ നെഞ്ചിടിപ്പ് വർദ്ധിക്കുന്ന തരത്തിലുള്ള പ്രസംഗമാണ് അദ്ദേഹം ഈ യാത്രയുടെ സമാപന സമ്മേളനത്തിൽ സംസാരിച്ചിരിക്കുന്നത്. എന്തായാലും രാജ്യം അതിനുവേണ്ടി കാതോർത്തിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി കൊണ്ടുവന്ന വോട്ട് മോഷണ ആരോപണം രാജ്യത്തെ ജനങ്ങൾ വലിയ തരത്തിൽ ഏറ്റെടുത്തിരിക്കുന്നു. രാജ്യത്തെ യുവാക്കൾ ഉൾപ്പെടെയുള്ള
ഉൾപ്പെടെയുള്ളവർ കേന്ദ്ര സർക്കാരിന്റെ അഴിമതി, കേന്ദ്ര സർക്കാരിന്റെ കളവ്, കേന്ദ്ര സർക്കാരിന്റെ വ്യാജ വോട്ട് തുടങ്ങിയ കാര്യങ്ങളിൽ യുവാക്കൾ ഉൾപ്പെടെയുള്ളവർ വലിയ തരത്തിലുള്ള വികാരം കേന്ദ്ര സർക്കാരിനെതിരെയുണ്ട്. രാഹുൽ ഗാന്ധിയുടെ ഇന്നത്തെ ഹൈഡ്രജൻ ബോംബ് വരാനിരിക്കുന്നു എന്ന് രാഹുൽ ഗാന്ധി പറയുമ്പോൾ എന്താണ് രാഹുൽ ഗാന്ധിയുടെ നാവിൽ നിന്ന് വരുന്നത് എന്നത് അറിയാനുള്ള ആകാംക്ഷയോടെ രാഷ്ട്രീയ നോക്കിക്കാണുന്ന മുഴുവൻ ആളുകളും കാത്തിരിക്കുകയാണ്. കാരണം ഇന്ത്യ രാജ്യത്തിന്റെ മഹത്തായ ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന തരത്തിലാണ് വ്യാജ വോട്ട് ആരോപണം അല്ലെങ്കിൽ വ്യാജ വോട്ട് വോട്ടർ പട്ടികയിൽ കൃത്രിമമായി വോട്ടർ പട്ടിക സൃഷ്ടിക്കലൊക്കെ BJP നടപ്പിലാക്കിയത്. ഇതിനെതിരെ രാഹുൽ ഗാന്ധി നടത്തിയ പോരാട്ടം ശ്രദ്ധേയമാവുകയാണ്. ആ പോരാട്ടത്തിന്റെ തുടർച്ചയുണ്ടാകുമെന്ന് അദ്ദേഹം കൃത്യമായി പറഞ്ഞിരിക്കുന്നു. നരേന്ദ്രമോദിയുടെയും കേന്ദ്ര സർക്കാരിന്റെയും നെഞ്ചിടിപ്പ് വർദ്ധിക്കും. അതോടൊപ്പം തന്നെ ബീഹാറിലെ തെരഞ്ഞെടുപ്പിൽ വരാനിരിക്കുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജനം പൂർത്തിയാക്കേണ്ടതുണ്ട്. അവിടെ RJDയും കോൺഗ്രസും അതോടൊപ്പം ഇടതു പാർട്ടികളും CPM-ഉം CPIM-ഉം CPI-യും CPIM-എല്ലാം എല്ലാം ഒറ്റക്കെട്ടായാണ് മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സീറ്റ് വിഭജനം പൂർത്തിയാക്കണം. സീറ്റ് വിഭജനം പൂർത്തിയാക്കി അതാത് രാഷ്ട്രീയ പാർട്ടികൾക്ക് അവർ മത്സരിക്കുന്ന സീറ്റുകളിൽ കൃത്യമായ സ്ഥാനാർത്ഥി നിർണയം നടത്തണം. എല്ലാ പഴുതുകളും അടച്ചുള്ള സീറ്റ് വിഭജനവും സ്ഥാനാർത്ഥി നിർണയവും പൂർത്തിയാക്കി ഇന്ത്യ സഖ്യം ഒരേ മനസ്സോടുകൂടി തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ തീർച്ചയായും ജയിക്കാൻ കഴിയും. ജനാധിപത്യത്തിന്റെ അവസാന തിരുനാളം രാജ്യത്ത് അണങ്ങിട്ടില്ല എന്ന് BJPക്കും സംഘപരിവാറിനും കേന്ദ്ര സർക്കാരിനും തെളിയിച്ചു കൊടുക്കാനുള്ള അവസരമാണ് കോൺഗ്രസിനും ഇന്ത്യ സഖ്യത്തിനും കൈവന്നിരിക്കുന്നത്. എന്തായാലും കേന്ദ്രത്തിൽ ഒരു BJP സർക്കാർ കേന്ദ്രത്തിലെ BJP ബീഹാർ നിയമസഭ ഭരണം പിടിക്കാൻ എല്ലാ ആവനാഴിയിലെ അവസാന അസ്ത്രം എല്ലാം പുറത്തെടുത്ത് അവർ പ്രയത്നിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. മറുഭാഗത്ത് കോൺഗ്രസിന്റെ കയ്യിൽ പണമില്ല, PR വർക്കില്ല, അതോടൊപ്പം തന്നെ താരങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളിൽ നിന്ന് പണം വാങ്ങാനുള്ള ത്രാണി കോൺഗ്രസിനില്ല. എല്ലാ സംവിധാനവുമുള്ള BJPയെയും സംഘപരിവാറിനെയുമാണ് കോൺഗ്രസ് ഒരു ഭാഗത്ത് എതിർക്കുന്നത്. അവിടെ കോൺഗ്രസിനോടൊപ്പമുള്ളത് സാധാരണക്കാരായ ജനങ്ങളാണ്. ആ ജനങ്ങളാണ് എന്നും കോൺഗ്രസിന്റെ കരുത്ത്. ആ കരുത്തിൽ കോൺഗ്രസ് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നടന്നു നീങ്ങുകയാണ്. ഒരു സംശയവും വേണ്ട. സംഘപരിവാറിനെതിരായ ജനതാദൾ യുണൈറ്റഡിനെതിരായ ഭരണവിരുദ്ധ വികാരം ശക്തമായി ബീഹാറിലുണ്ട്. ഒരു ഭാഗത്ത് ഭരണവിരുദ്ധ വികാരവും മറുഭാഗത്ത് രാഹുൽ ഗാന്ധിയുടെ ജനങ്ങൾക്കിടയിലുള്ള സ്വാധീനവും വോട്ടായി മാറുകയാണെങ്കിൽ ബീഹാറിൽ ഇത്തവണ ഒരു ഭരണമാറ്റം ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അവിടെ മുഖ്യമന്ത്രി പദത്തിലേക്ക് RJD നേതാവ് തേജസ്വി യാദവ് തന്നെയായിരിക്കും എത്തുക. കാരണം കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റുകളുടെ എണ്ണം വളരെ കുറവാണ്. RJDയുമായി താരതമ്യം ചെയ്യുമ്പോൾ കോൺഗ്രസിന് അത്രത്തോളം ഒരു സ്വാധീനമുള്ള സംസ്ഥാനമല്ല ബീഹാർ. പക്ഷേ നാളുകളിലെ ബീഹാറിനെ നിയന്ത്രിക്കുക ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെയായിരിക്കുമെന്ന സന്ദേശം തന്നെയാണ് രാഹുൽ ഗാന്ധി നൽകുന്നത്. പ്രാദേശിക പാർട്ടികൾ സംസ്ഥാനം ഭരിക്കുന്നത് ഒരു സംസ്ഥാനത്തിന് എത്രത്തോളം ഭൂഷണമാണെന്ന് അത് കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികളായാൽ പോലും പ്രാദേശിക പാർട്ടികൾ ഒരു സംസ്ഥാനം ഭരിക്കുന്നത് അതൊരു സംസ്ഥാനത്തിന്റെ വികസനത്തിന്, സംസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് എത്രത്തോളം ഭൂഷണമാണെന്ന് നമ്മൾ പഠിക്കണം. അവിടെയാണ് കോൺഗ്രസിന്റെ പ്രസക്തി. കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള ഇന്ത്യയിലെ മുഴുവൻ ബൂത്തുകളിലും പ്രവർത്തകരുള്ള ഇന്ത്യയിലെ ഏക രാഷ്ട്രീയ പാർട്ടി അത് കോൺഗ്രസ് മാത്രമാണ്. ലോകത്തെ ഏറ്റവും വലിയ ഏക ജനാധിപത്യ മതേതര രാഷ്ട്രീയ പാർട്ടി പ്രസ്ഥാനം അത് കോൺഗ്രസ് മാത്രമാണ്. ആ കോൺഗ്രസ് ഒരു ദേശീയതയുടെ പാരമ്പര്യം പേറുന്ന രാഷ്ട്രീയ പാർട്ടി അത് കോൺഗ്രസ് മാത്രമാണ്. ആ കോൺഗ്രസ് ബീഹാറിനകത്ത് വലിയ മുന്നേറ്റം സൃഷ്ടിക്കും. അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയുടെ പോരാട്ടം ബീഹാറിൽ മാത്രം ഒതുങ്ങില്ല. വോട്ടധികാർ യാത്രയുമായി അദ്ദേഹം ഏറെ നാളായി ബീഹാറിൽ തന്നെയായിരുന്നുള്ളത്. ബീഹാറിന് പുറത്തേക്ക് വന്ന അദ്ദേഹം സംഘപരിവാറിനെതിരെ ശക്തമായ പോരാട്ടവുമായി രംഗത്ത് വരും. അതോടൊപ്പം തന്നെ വ്യാജ വോട്ടും വോട്ടർ പട്ടികയിലെ ക്രമക്കേടുമെല്ലാം ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാണിച്ച് ഇന്ത്യയുടെ ഒരു പ്രതിപക്ഷ നേതാവിന്റെ കടമ കൃത്യമായി നിർവഹിക്കാൻ അദ്ദേഹം ഉണ്ടാകും. ഇന്ത്യയിലെ രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെ, ഇന്ത്യയിലെ രാഷ്ട്രീയ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ, ഇന്ത്യയിലെ രാഷ്ട്രീയം നോക്കിക്കാണുന്ന എല്ലാവരും രാഹുൽ ഗാന്ധി എന്താണ് പുറത്തേക്ക് കൊണ്ടുവരുന്നത്, ഏതാണ് രാഹുൽ ഗാന്ധി പുതിയ ആരോപണമെന്ന് അറിയാനുള്ള ആകാംക്ഷയോടുള്ള കാത്തിരിപ്പിലാണ്.